പ്രവാസിയാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്താണ് താങ്കളെ പ്രവാസത്തിലേക്ക് നയിച്ച ഘടകം? പ്രവാസത്തേക്ക് നയിച്ചൊരു ഘടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ മാർഗോളിയൻസ് ആയിരുന്നു. മാർഗോളിയൻസ് വെച്ചാൽ കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഫാക്ടറിയാണ് മാർഗോളിയൻസ്. ഒരു സിറ്റി ഉണ്ട്, കോഴിക്കോട് എന്ന സിറ്റിയെ ഉണ്ടാക്കിയ ഒരു കാലത്ത് അത് മാർഗോളിയൻസ്. ആ ഗോളിയൻസ് ഏറ്റവും ഹൈ പെയ്ഡ് സാലറി, അന്നത്തെ ഒരു ഡ്രീം ജോബൊക്കെ ആയിരുന്നു മാർഗോളിയൻസിനകത്ത് കിട്ടുക എന്ന് വെച്ചാൽ. അവിടുത്തെ ഒരു സ്കൂളിങ്ങിലാണ് എൻ്റെ ആദ്യത്തെ സ്കൂളിംഗ് തുടങ്ങിയത്, ബിർള സ്കൂൾ. അതിൻ്റെ അകത്ത് തന്നെ ക്യാമ്പസിൻ്റെ ഒക്കെ തന്നെ സ്കൂൾ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അവിടുന്ന് ഞാൻ പുറത്ത്, ഞാൻ തൊട്ടടുത്തുള്ളൊരു സ്കൂളാണ് ഞാൻ പഠിച്ചത്, മാവൂര്. എൻ്റെ തുടക്കം മാവൂരിൽ നിന്നായിരുന്നു. പിന്നെ കുറേ ഞങ്ങൾ കാസർഗോഡേക്ക് തിരിച്ചു വന്നു. ഫാദർ അവിടെ തന്നെയായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ കോളേജിലെത്തുന്ന സമയമാകുമ്പോഴേക്ക് ഫാക്ടറി അടച്ചു. എല്ലാ പ്രവാസിക്കും ഒരു കഥയുണ്ടാവും. ഇന്നത്തെ അല്ല, അന്നത്തെ പ്രവാസത്തിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് 1980കളിലെയും 90കളിലെയും പ്രവാസത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് വീട്ടിലെ നാട്ടിലെ പ്രശ്നം തന്നെയാണ്. അതിൽ മോസ്റ്റ്ലി സാമ്പത്തികമായ പ്രശ്നങ്ങളാണ്, വീടിൻ്റെ പ്രശ്നങ്ങളാണ്, ഭാവിയിലേക്കുള്ള വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യാം, പിന്നെ തൊട്ടുപിറകിൽ കിടക്കുന്ന കുടുംബങ്ങളിൽ അംഗങ്ങളുണ്ടാവുമല്ലോ. അത് എല്ലാവരും സ്റ്റോറി അത് തന്നെയാണ്. അതിലൊരു സ്റ്റോറിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ എത്തിയത്. ഞാനന്ന് വരേണ്ടത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യമായിരുന്നു. ഞാൻ വന്നാൽ മാത്രമേ എൻ്റെ ഫാക്ടറി അടച്ചു. അപ്പോൾ വരുമാനത്തിന് പ്രശ്നങ്ങൾ. അന്ന് ഞങ്ങൾക്ക് കുറേ കൃഷിയിടങ്ങളുണ്ട്, തേങ്ങ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അന്ന് ആ പറയുന്ന കൃഷികൾക്കൊക്കെ ലോകത്തിലും പ്രൈസ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ പ്രൈസ് ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഫോഴ്സ്ഫുൾ സിറ്റുവേഷനിലാണ് ഞാനും ഇങ്ങോട്ട് എത്തിയത്. എൻ്റെ പാഷൻ വേറെ ആയിരുന്നു. എൻ്റെ കംപ്ലീറ്റ് സോഷ്യൽ മൈൻഡ് സെറ്റായിരുന്നു. ഗവൺമെൻറ് തരത്തിൽ പോകണം, ഏതെങ്കിലും ആ തരത്തിൽ പോയി ജോലി ചെയ്യണം എന്ന തരത്തിലായിരുന്നു ഞാൻ. പക്ഷേ എനിക്കൊരു കാലഘട്ടത്തിൽ തോന്നി ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അത് ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. വെറും നമ്മൾക്ക് സോഷ്യൽ ഫ്രീഡം മാത്രം പോരാ, കറക്റ്റ്. ഫൈനാൻഷ്യൽ ഫ്രീഡം വി ഹാവ് ടു ഹാവ്. ഇല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലെങ്കിൽ സോഷ്യൽ ഫ്രീഡം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ലൈഫിലെല്ലാം ശ്രദ്ധിക്കേണ്ടത്. ചെറിയ കുട്ടികൾ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ചാൽ അവർ ചെറുപ്പത്തിൽ എന്താണോ ഉള്ളത് അവർക്കൊരു ഫ്രീഡവും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫൈനാൻഷ്യൽ അവർ സ്വന്തം ഉണ്ടാക്കാനും അത് സേവ് ചെയ്യാനും അത് ഭാവിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. നമ്മൾക്കത് ഉണ്ടായിട്ടില്ല, ട്രെയിനിങ് ഒന്നും ഉണ്ടായില്ല. നമ്മളിങ്ങനെ ജീവിതത്തിലൂടെ പഠിച്ചു, ജീവിതം പഠിപ്പിച്ചു.